നമസ്കാരം. ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. കുന്നംകുളം ചിറയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പൂരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 5 പേർക്ക് വെട്ടേറ്റു. ചിറയം സ്വദേശി പെറുശ്ശേരി വീട്ടിൽ ഷൈൻ ജി ജോസഫ്, ചിറയം ലിയോ, വൈശ്ശേരി സ്വദേശികളായ ജിനീഷ് രാജ്, ജെറിൻ, നെബു എന്നിവർക്കാണ് വെട്ടേറ്റത്. ആലുവയിലെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഒരാൾ കൂടി പിടിയിലായി. തിരുവനന്തപുരത്ത് നിന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു. ചൊവ്വൂരിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് മറിഞ്ഞ് 6 പേർക്ക് പരിക്ക്. ആംബുലൻസിൽ ഉണ്ടായ 5 പേർക്കും ഒരു സ്കൂട്ടർ യാത്രികനുമാണ് പരിക്കേറ്റത്. വിശദമായ വാർത്തകളിലേക്ക്. കുന്നംകുളം ചിറയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പൂരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ചിറയം സ്വദേശി പെറുശ്ശേരി വീട്ടിൽ ഷൈൻ സി ജോസ്, ചിറയം സ്വദേശി ലിയോ, വൈശ്ശേരി സ്വദേശികളായ ജിനീഷ് രാജ്, ജെറിൻ, നെബു എന്നിവർക്കാണ് വെട്ടേറ്റത്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ചിറയം പൂരത്തിന് കാവടിയും തമ്പോലകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. മേഖലയിൽ 2 പൂരാഘോഷ കമ്മിറ്റികൾ തമ്മിൽ തർക്കം നിലനിന്നിരുന്നുവെന്നും ഉത്സവത്തിനിടെ ആഘോഷങ്ങൾ ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോഴാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയത്. സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷൈൻ സി ജോസിനെയും പരിക്കേറ്റ സുഹൃത്ത് ലിയോയെയും സംഭവ സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾക്ക് കഴുത്തിൽ കുത്തേറ്റിട്ടുണ്ട്. പരിക്കേറ്റ വൈശ്ശേരി സ്വദേശികൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആലുവയിലെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഒരാൾ കൂടി പിടിയിലായി. തിരുവനന്തപുരത്ത് നിന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു. നേരത്തെ കൊലപാതക കേസിലടക്കം പ്രതിയായ വ്യക്തിയാണ് പിടിയിലായതെന്നും അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതിയുടെ പേരുവിവരങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. നേരത്തെ കേസിൽ കൊല്ലം സ്വദേശികളായ മുഹമ്മദ് റിയാസ്, അൻവർ എന്നിവർ അറസ്റ്റിലായിരുന്നു. യുവാക്കളെ തട്ടിക്കൊണ്ടുപോകാൻ വാഹനം സംഘടിപ്പിച്ചത് ഇരുവരുടെയും നേതൃത്വത്തിലാണെന്നാണ് പോലീസ് പറയുന്നത്. ഗൂഢാലോചനയിൽ ഇരുവർക്കും പങ്കുണ്ടെന്ന് പോലീസ് പറയുന്നു. മുൻവൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സഹോദരങ്ങളടക്കം 3 പേർ അറസ്റ്റിൽ. പൊയ്യ മടത്തുംപടി കോനാട്ട് ജിതേഷ്, സഹോദരൻ കോനാട്ട് സുജിത്ത്, പുത്തൻവേലിക്കര ചെമ്മിശ്ശേരി ഗോകുൽ എന്നിവരെയാണ് SI അബ്ദുൾ ജലീൽ സംഘവും അറസ്റ്റ് ചെയ്തത്. പുത്തൻവേലിക്കര സ്വദേശി വാഴപ്പള്ളി ജെഫ്രിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. ഇക്കഴിഞ്ഞ 17 രാത്രി 7:30യോടെയാണ് ചക്കാട്ടിക്കുന്ന് കള്ളുഷാപ്പ് പരിസരത്ത് വെച്ച് സംഭവം ഉണ്ടായത്. SIമാരായ KV ചന്ദ്രശേഖരൻ, സുൽഫിക്കർ, സമ്മദ്, സീനിയർ CPOമാരായ അഭിലാഷ്, ജിബിൻ, CPO നജീബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രതികൾ റിമാൻഡ് ചെയ്തു. ചൊവ്വൂരിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് മറിഞ്ഞ് 6 പേർക്ക് പരിക്ക്. ആംബുലൻസിലുണ്ടായിരുന്ന 5 പേർക്കും ഒരു സ്കൂട്ടർ യാത്രികനുമാണ് പരിക്കേറ്റത്. അപകടത്തിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ആംബുലൻസ് ഡ്രൈവർ പെരുമ്പിളിശ്ശേരി സ്വദേശി വിഷ്ണുവിനെ ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റ് 5 പേരെ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 6:30യോടെ ചൊവ്വൂരിനും പാമ്പാന്തോടിനും ഇടയ്ക്കുള്ള ഇറക്കത്തിലാണ് സംഭവം. ചേർപ്പ് ഭാഗത്തു നിന്നും രോഗിയെയും കൊണ്ടുവരികയായിരുന്ന ആംബുലൻസ് വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട് 2 സ്കൂട്ടറിലും പരസ്യ ബോർഡിലും ഇടിച്ച് സമീപത്തെ ഫർണിച്ചർ കടയുടെ മുറ്റത്തേക്ക് മറിയുകയായിരുന്നു. ഒരു സ്കൂട്ടറിലുണ്ടായിരുന്ന ചെറുപ്പത്തേരി മാടമ്പി നാരായണൻ പെട്ടെന്ന് ഓടിമാറിയതിനാൽ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. മറ്റൊരു സ്കൂട്ടറിലുണ്ടായ യാത്രികനും ആംബുലൻസിലുണ്ടായ ആൾക്കുമാണ് ഗുരുതര പരിക്കേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. കുന്നംകുളം ചിറയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പൂരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 5 പേർക്ക് വെട്ടേറ്റു. ചിറയം സ്വദേശി പെറുശ്ശേരി വീട്ടിൽ ഷൈൻ ജി ജോസഫ്, ചിറയം ലിയോ, വൈശ്ശേരി സ്വദേശികളായ ജിനീഷ് രാജ്, ജെറിൻ, നെബു എന്നിവർക്കാണ് വെട്ടേറ്റത്. ആലുവയിലെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ഒരാൾ കൂടി പിടിയിലായി. തിരുവനന്തപുരത്ത് നിന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു. ചൊവ്വൂരിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് മറിഞ്ഞ് 6 പേർക്ക് പരിക്ക്. ആംബുലൻസിൽ ഉണ്ടായ 5 പേർക്കും ഒരു സ്കൂട്ടർ യാത്രികനുമാണ് പരിക്കേറ്റത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.